Okay, again, we come to the next part of multinomial distribution. We have seen that earlier we have discussed what is the probability mass function of joint probability mass function of multivariate distribution. We have seen that the MGF that is equal to m of t1, t2, t3, etc. tk, that is equal to e to the power of t1 into p1 plus e to the power of t2 into p2 plus etc. e to the power of tk into pk whole to the power of n. ഓക്കെ, അപ്പം ഒരു ജോയിൻറ്റ് എം ജി എഫ് ആണ്. ഒരു യൂണിവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, ഒരു സിംഗിൾ റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ എം ജി എഫ് എന്ന് പറയുന്നത് എം ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ ടു ദി പവർ ഓഫ് ടി എക്സ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ജോയിൻറ്റ് എം ജി എഫ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ജോയിൻറ്റ് എം ജി എഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇത്? ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്യാത്ത ഒരു ടെക്നിക്കാണ് ഉപയോഗിച്ചത്. ജോയിൻറ്റ് എം ജി എഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ അതിൽ T1, T2, എക്സെട്ര കെ കമ്പോണൻസ് ആണുള്ളത്. ഈ കെ കമ്പോണൻസിന് നമുക്ക് ഏത് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ ഡിസ്ട്രിബ്യൂഷനാണോ കാണേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ വേരിയബിൾ, ഇപ്പോൾ എക്സൈഡ് ആണെങ്കിൽ TI, അത് ഒഴികെയുള്ള ഡമ്മി വേരിയബിൾസിനൊക്കെ 0 പുട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അതായത് ഈ എം ഓഫ് T1, T2, എക്സെട്ര TKയിൽ T2 നിലനിർത്തുകയും T1, T3, എക്സെട്ര TKക്ക് 0 കൊടുക്കുകയും ചെയ്താൽ കിട്ടുന്ന എം ജി എഫ് ആണ് X2-ൻ്റെ എം ജി എഫ് എന്ന് പറയുന്നത്. അതായത് X2 എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ മാർജിനൽ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മൾട്ടിവേരിയേറ്റ് എം ജി എഫിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് റാൻഡം വേരിയബിളിനാണോ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡമ്മി വേരിയബിൾ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ ഡമ്മി വേരിയബിളിനും 0 പുട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എക്സൈയുടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷനാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? TI നിലനിർത്തുകയും T1, T2, എക്സെട്ര TI-1 അതുപോലെ TI+1 മുതൽ TK വരെയുള്ള എല്ലാ ഡമ്മി വേരിയബിളിനും 0 കൊടുക്കുക. അതാണ് നമ്മളിവിടെ കൊടുക്കുന്ന ടെക്നിക്ക്. ഓക്കെ, സോ ദ എം ജി എഫ് ഓഫ് മാർജിനൽ distribution of xi is given by mxi of ti, that is equal to m of t1, t2, etc. tk at t1 equal to 0, t2 equal to 0, etc. ti-1 equal to 0. പക്ഷേ TI നിലനിർത്തുന്നു, ബാക്കിയുള്ളതല്ല. അതായത് TI+1 equal to 0, TI+2 equal to 0, etc. tk equal to 0. ഓക്കെ, അങ്ങനെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എം ജി എഫ് എക്സൈയുടെ മാർജിനൽ എം ജി എഫ് ആയിരിക്കും. അപ്പോൾ എക്സൈയുടെ മാർജിനൽ എം ജി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എം ജി എഫ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. കാരണം എം ജി എഫ് യൂണീക്ക്ലി ഡിറ്റർമിൻ ദ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എം ജി എഫിൻ്റെ യൂണീക്ക്നെസ് പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നർത്ഥം. അപ്പോൾ ആദ്യം നമ്മൾ മാർജിനൽ എം ജി എഫ് ആണ് കാണാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ മാർജിനൽ എം ജി എഫ് ഓഫ് എക്സ് ഐ, ദാറ്റ് ഈസ് എം ഓഫ് എക്സ് ഐ ടി ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു ഇ ടു ദി പവർ ഓഫ് 0 പ്ലസ് P2 ഇൻറ്റു ഇ ടു ദി പവർ ഓഫ് 0 പ്ലസ് എക്സെട്ര ഇ ടു ദി പവർ ഓഫ് ടി ഐ ഇൻറ്റു പി ഐ പ്ലസ് എക്സെട്ര പി കെ ടു ദി പവർ ഓഫ് എൻ. കാര്യം ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്?
ഇവിടെ ഉള്ള ഈ എം ജി എഫിൽ T1 0 കൊടുക്കുന്നു, T2 0 കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക. ഇതിൽ ഒരു ടേമിൽ മാത്രമാണ് e⁻t എന്ന് പറയുന്ന ടേം ഉള്ളത്. ബാക്കി എല്ലാത്തിനും പ്രോബബിലിറ്റീസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ പ്രോബബിലിറ്റീസ്, അതായത് P1 + P2 + എക്സെട്ര Pi-1 + Pi+1 + എക്സെട്ര Pk എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 - Pi ആയിരിക്കും. 1 - Pi ആയിരിക്കും. കാര്യം നമുക്കറിയാം, ഈ P1 + P2 എക്സെട്ര Pk എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ 1 - Pi that is equal to Qi. So you can write this mx1t that is equal to ഈ e⁻ti into Pi നിലനിർത്തുന്നു. ബാക്കിയുള്ള എല്ലാ ടേമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബിലിറ്റി ആയ 1ൽ നിന്ന് Pi സബ്ട്രാക്ട് ചെയ്യുന്ന ടേം ആയിരിക്കും. ടോട്ടൽ പ്രോബിലിറ്റി 1ൽ നിന്ന് Pi സബ്ട്രാക്ട് ചെയ്തതിനെ നമ്മൾ Qi എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റിയെ നമുക്ക് Qi + e⁻ti into Pi⁻n എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി ഈ എം ജി എഫ്, അതായത് m(xi)ti എന്ന് പറയുന്ന എം ജി എഫ് Qi + e⁻ti into Pi⁻n എന്ന് പറയുന്ന എം ജി എഫ് എന്തിൻ്റെ എം ജി എഫ് ആണെന്ന് നമുക്കറിയാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി എഫ് ആണെന്ന് അറിയാം. വിത്ത് പ്രോബബിലിറ്റി Pi, that is probability of success Pi and probability of failure Qi. Okay, അപ്പോൾ using uniqueness property, this quantity, this MGF is the MGF of a binomial distribution with parameters n and probability of success Pi. That means the random variable xi is having binomial distribution. Okay, that is what I have written here. Xi follows binomial distribution with parameters n and Pi. റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ജോയിൻ്റ് എം ജി എഫിൽ നിന്ന് മാർജിനൽ എം ജി എഫ് കാണുന്നു ആദ്യം. രണ്ടാമത്തെ സ്റ്റേജിൽ മാർജിനൽ എം ജി എഫ് ഉപയോഗിച്ച് യൂണിക്നെസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കാണുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ x1 x2 എക്സെട്ര xk എന്ന് പറയുന്ന റാൻഡം വെക്റ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മൾട്ടി വേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്, അതായത് മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതിൽ ഓരോ റാൻഡം വേരിയബിളിൻ്റെയും ഓരോ xiയുടെയും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, ദാറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്. ദെൻ യു ക്യാൻ ഹാവ് ഈ ഓരോ എക്സൈയുടെയും ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മീനും വേരിയൻസും ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇവിടെ xi എന്ന് പറയുന്നതിൻ്റെ മീൻ NPi ആയിരിക്കും, വേരിയൻസ് NPi into Qi ആയിരിക്കും. കാര്യം നമുക്കറിയാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും NPയും NPQ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് xi മീൻ ഈസ് ഈക്വൽ ടു NPi ആൻഡ് വേരിയൻസ് ഈസ് ഈക്വൽ ടു NPi Qi. ഓക്കെ, ഇനി അടുത്ത ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോവേരിയൻസ്. കോവേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വളരെ ഈസി ആയിട്ട് കാണാവുന്നതാണ്. ഈ കോവേരിയൻസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോവേരിയൻസ് 0 ആയിരിക്കും എപ്പോൾ ഈ റാൻഡം വേരിയബിൾസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 2 റാൻഡം വേരിയബിൾസാണ് എടുക്കുന്നത്, i ≠ j, xiയും xjയും ആണ് എടുക്കുന്നത് വിചാരിക്കുക. 2 റാൻഡം വേരിയബിൾസ് പെയർ വൈസ് എടുക്കുന്നു. ഈ xiയും xjയും ഇൻഡിപെൻഡൻ്റ് അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. ഓക്കെ, അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കോവേരിയൻസ് എന്താണെന്ന് കാണുക എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണ് കോവേരിയൻസ്? ഏത് 2 വേരിയബിളിൻ്റെയും കോവേരിയൻസ് എന്ന് പറയുന്നത് കോവേരിയൻസ് ബിറ്റ്വീൻ xi ആൻഡ് xj ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ദെയർ പ്രോഡക്റ്റ് മൈനസ് പ്രോഡക്റ്റ് ഓഫ് ദെയർ എക്സ്പെക്റ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് xi xj നമുക്ക് μij' എന്നും എക്സ്പെക്റ്റേഷൻ ഓഫ് xi നമുക്ക് μi' എന്നും എക്സ്പെക്റ്റേഷൻ ഓഫ് xj നമുക്ക് μj' എന്നും റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ മൊമെൻറ്റ്സ് ഉപയോഗിക്കുന്ന യൂഷ്വൽ നൊട്ടേഷൻസ് ആണ്.
അപ്പോൾ നമുക്ക് ഇത് ഈ മ്യൂ ഐ ജെ ഡാഷും മ്യൂ ഐ ഡാഷും അഥവാ മ്യൂ ജെ ഡാഷും ഒക്കെ വെവ്വേറെ കണ്ടുപിടിക്കണം. ഓക്കെ, അതിൽ നമുക്ക് പ്രശ്നമല്ല. ഈ മ്യൂ ഐ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഐയുടെ മീനാണ്. മ്യൂ ജെ ഡാഷ് എന്ന് പറയുന്നത് എക്സ് ജെയുടെ മീനാണ്. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഈ മ്യൂ ഐ ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ പി ഐ ആയിരിക്കും. അതുപോലെ മ്യൂ ജെ ഡാഷ് എന്ന് പറയുന്നത് എൻ പി ജെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ ടേം പ്രശ്നമല്ല, നമ്മൾ ഈ ഒന്നാമത്തെ ടേമും, അതായത് മ്യൂ ഐ ജെ ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ ഇൻറ്റു എക്സ് ജെ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വി ക്യാൻ ട്രൈ ഇൻ ദിസ് വേ. നമുക്കറിയാം എം ജി എഫ് കിട്ടിക്കഴിഞ്ഞാൽ മീൻ എങ്ങനെയാണ് കാണുന്നത്? എം ജി എഫ് കിട്ടിക്കഴിഞ്ഞാൽ മീൻ കാണുന്നത് അതിനെ ഡെറിവേറ്റീവ് കണ്ടിട്ട്, ഓക്കെ, ഡെറിവേറ്റീവ് കണ്ടിട്ട് ടിക്ക് 0 പുട്ട് ചെയ്യുക. ഇതാണ് മീൻ കാണാനുള്ള ടെക്നിക്ക്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എം ജി എഫിൽ നിന്ന് മീൻ കാണുക. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ടിക്ക് 0 കൊടുക്കുക. പക്ഷേ ഇവിടെ ജോയിൻ്റ് മൊമെൻ്റ് ആണ്. അതായത് മ്യൂ ഐ ജെ ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ ഇൻറ്റു എക്സ് ജെ ആണ്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റിൽ വി ക്യാൻ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ഐ, ദെൻ വി ഹൗ ടു ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ജെ. ഓക്കെ, ഇവിടെ നമ്മൾ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതായത് ഡോ ടു mxt with respect to t1 and with respect to t2, and we put ti equal to 0 for all i. കാരണം ഇവിടെ ഒരു ടി അല്ല ഉള്ളത്, k ti's ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ti'സിനും 0 പുട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ദി സെക്കൻഡ് ഓർഡർ മോമെൻറ്റ് mu I j dash. This is true for all cases, not only for discrete random variable but in the case of continuous random variable also. Later we will see that in multinomial distribution the same procedure will be repeated. So you remember, you find the derivative with respect to ti and with respect to tj. അത് ഓർഡർ മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യം ടി ജെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, പിന്നീട് ടി ഐ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഐ എം ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് ദിസ്. എന്താണ് ചെയ്യുന്നത്? ആദ്യം ദിസ് ഈസ് ഡോ ടു ബൈ ഡോ ടി വൺ ഡോ ടി ജെ ഓഫ് ദി മൾട്ടി വേരിയേറ്റ് എം ജി എഫ് ആൻഡ് യു പുട്ട് ടി ഐ ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ. ആദ്യം വിത്ത് റെസ്പെക്ട് ടു ടി ജെ ആണ് ഞാനിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ടി ജെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ദിസ് ടു ദി പവർ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ ഉപയോഗിക്കാം. എൻ ടൈംസ് ദിസ് ടു ദി പവർ ഓഫ് n-1, ഓക്കെ, ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടി ജെ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ടി ജെ ഉള്ള ഒരു ടേം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും T1, T2, T3 എക്സെട്ര Tj-1, ദെൻ Tj+1 എക്സെട്ര Tk ആണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ജെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എടുക്കാൻ കാരണം. ഒറ്റ റാൻഡം വേരിയബിൾ, ഒറ്റ ഡമ്മി വേരിയബിളെ റിയൽ വേരിയബിളെ ഉള്ളതായിരുന്നെങ്കിൽ നമ്മൾ ടോട്ടൽ ഡിഫറൻഷ്യലാണ് എടുക്കുക. പക്ഷേ ഇവിടെ T1, T2 എക്സെട്ര Tk ഉള്ളത് കൊണ്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവാണ് കാണുന്നത്. ഓക്കെ, യു ഫൈൻഡ് ദി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് എം ജി എഫ് with respect to tj. So it is this, okay, into the pj e to the power of tj and you put ti equal to 0 for all i. ഇനി വീണ്ടും ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഈ മൊത്തം ക്വാണ്ടിറ്റിയെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ടി ഐ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നേരത്തെ ടി ജെ ആണ് വിത്ത് റെസ്പെക്ട് ടു ടി ജെ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത്, ഇനി വിത്ത് റെസ്പെക്ട് ടു ഐ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, you can easily follow this because this is only a simple derivative. ഓക്കെ, ഇവിടെ ആദ്യം നമ്മൾ വരുമ്പോൾ ഫംഗ്ഷൻ റൂളാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ റൂൾ ഉപയോഗിക്കണം. അതിന് പുറമെ ഇവിടെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്വാണ്ടിറ്റി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. അപ്പോൾ അത് ഇവിടെ ആദ്യത്തെ ടേം നമുക്ക് ഈ n into n-1 into e to the power of
T1 P1 plus etc. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഈ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദിസ് ആൻഡ് ഫൈനലി യു ക്യാൻ സീ ദാറ്റ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു പി ഐ ഇൻറ്റു പി ജെ. അത് നിങ്ങൾ ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ മ്യൂ ഐ ജെ ഡാഷ് ആണ്. സോ വാട്ട് ഈസ് കൊവേരിയൻസ്? കൊവേരിയൻസ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു പി ഐ പി ജെ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ക്വാണ്ടിറ്റി മൈനസ് മ്യൂ ഐ ഡാഷ് ഇൻറ്റു മ്യൂ ജെ ഡാഷ്, ദാറ്റ് ഈസ് n ഇൻറ്റു പി ഐ ഇൻറ്റു n ഇൻറ്റു പി ജെ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് n ഇൻറ്റു പി ഐ പി ജെ കിട്ടും. കണ്ടോ, കൊവേരിയൻസ് എന്ന് പറയുന്നത് 0 അല്ല, മറിച്ച് ഈ ക്വാണ്ടിറ്റിയാണ്. 0 ആണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന്, പക്ഷേ ഒരിക്കലും അത് ഇൻഡിപെൻഡൻ്റ് അല്ല. ഓക്കെ, കൊവേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കിട്ടും. കൊവേരിയൻസ് നോൺ സീറോ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു നോൺ സീറോ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും ഉണ്ടാവും. നോൺ സീറോ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ യൂസ് ദി ഡയറക്റ്റ് ഫോർമുല ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ xi and xj, that is covariance between xi and xj divided by root of variance of xi into root of variance of xj. This is a very common useful formula for finding the correlation coefficient. And you substitute for covariance variances minus n into pi into pj numerator, then denominator root of n into pi qj into root of n into pj qj. Here this is PIQI and this is PJQJ, and on simplification you will see that this is equal to minus something, and which is of course less than 0. ഇവിടെ ഒരു നെഗറ്റീവ് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആണ് എക്സയും എക്സ് ജെയും തമ്മിൽ ഉള്ളത്. Okay, now these are the things regarding the covariance between a pair of random variables xi's and xj's, and similarly the correlation coefficient between xi and xj. Okay, dear students, I have added some exercises. Only 2 exercises I have added, and I leave these exercises for your completion. You should try for this, because all these things are very important questions you can expect for your examinations. And you try, and if you fail in your attempt, you please inform me so that I can give some clarifications or the solutions of these examples. And these are not very difficult, and you may take this as a very important assignment at the end of this multinomial distribution. Okay, thank you.